ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് അകാലനര, അതായത് പ്രീമച്യൂർ ഗ്രേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ ടിപ്പാണ് അത് നമ്മുടെ കിച്ചണിലുണ്ടാവുന്ന ഈ ഒരു ചെറുപയർ വെച്ച്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തലേദിവസം തന്നെ നമ്മുടെ ചെറുപയർ നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലേക്ക് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് ചെറുപയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് കറിവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. അതായത് പഴയ കഞ്ഞിവെള്ളമല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം, അതും നന്നായിട്ട് തെളിഞ്ഞ കഞ്ഞിവെള്ളം. ഒരുപാട് തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം അല്ല നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടെ കഞ്ഞിവെള്ളം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ഒരു ചെറിയ ഗ്ലാസ് അളവിൽ 1 ഗ്ലാസ് അളവിലേക്കാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റണം. ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ചെറുപയർ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം മികച്ചതാണ്. ഇത് മുടി കൊഴിച്ചൽ കുറയ്ക്കാനും താരൻ മാറ്റാനും മുടിക്ക് തിളക്കവും കരുത്തും നൽകാനും സഹായിക്കുന്നു. ഈ ഒരു ചെറുപയർ നമ്മൾ ഈ രീതിയിൽ ഒരു സൊല്യൂഷനാക്കി തലയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അകാലനര എന്നുള്ളൊരു പ്രശ്നം വേരോടെ തന്നെ ഇല്ലാണ്ടാവുന്നു. അത് മാത്രമല്ല, പിന്നീട് 80 അല്ല 85 വയസ്സായാലും ഒരു നരച്ച മുടി പോലും നിങ്ങളുടെ തലയിൽ ഉണ്ടാവില്ല. ആഴ്ചയിൽ 2-3 തവണ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ തട്ടത്തക്ക രീതിക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്ത് അരമണിക്കൂർ അങ്ങനെ തന്നെ വിട്ടതിന് ശേഷം നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും. ആദ്യത്തെ 1-2 തവണ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. തലയോട്ടിയിൽ ഉണ്ടാകുന്ന ചൊറിച്ചൽ, താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാനും ഇത് വളരെയധികം ഉത്തമമാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് കാഷ്യൂ അതുപോലെ തന്നെ ബദാമും എടുത്ത് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഇത് ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. സമയം കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആപ്പിളാണ്. ഈ ഒരു ആപ്പിൾ നമുക്ക് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞെടുക്കാം. ഇത് ആക്ച്വലി തൊലി കളയേണ്ട ആവശ്യമില്ല, നന്നായിട്ട് കഴുകി നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ആപ്പിളിൻ്റെ തൊലിക്ക് ചെറിയൊരു ചവർപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാനിവിടെ തൊലി കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ആപ്പിൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ ഒരു ആപ്പിളാണ് നമ്മുടെ ആ ഒരു കാഷ്യൂം അതുപോലെ തന്നെ ബദാം ക്വാണ്ടിറ്റിയിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ആപ്പിളിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കാഷ്യൂം ബദാമും ആ ഒരു കുതിർന്ന വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു അയണിന് വേണ്ടിയിട്ട്, കുറച്ചും കൂടെ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിലേക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ പാലൊഴിച്ചാണ് കേട്ടോ അടിച്ചെടുത്തിരിക്കുന്നത്. നല്ലൊരു കിടിലൻ ആപ്പിൾ നട്ട് ഷേക്കാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. രക്തക്കുറവ് മൂലം ഉണ്ടാകുന്ന തലചുറ്റലും ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ഡ്രിങ്ക് മതി കേട്ടോ. അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ അളവിലേക്ക് ചിയാ സീഡ്സ് കുതിർത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിടിലൻ ആപ്പിൾ നട്ട് ഷേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. കുറവുള്ളവർക്ക് അവരുടെ ശരീരത്തിലുള്ള തളർച്ചയും തലച്ചുറ്റലൊക്കെ മാറ്റി ശരീരം നന്നായിട്ട് ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ഡ്രിങ്കാണ്. നിങ്ങൾ ആഴ്ചയിൽ 2-3 തവണ ഇതുപോലൊരു ഷേക്ക് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലൊരു ബലവും തലച്ചുറ്റലും ക്ഷീണമൊക്കെ മാറ്റാനും എല്ലാത്തിനും ഇത് വളരെയധികം സഹായകരമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ ക്ഷീണം മാറ്റണമെന്ന് കരുതിയാൽ ഇതുപോലൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയാകും. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലേക്ക് ഗ്രാമ്പുവാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കോഴ്സായിട്ട് ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കർപ്പൂരമാണ്. ഞാനിവിടെ 2 കർപ്പൂരം എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ചിരാതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതും നമ്മുടെ വീട്ടിലുള്ള നെഗറ്റിവിറ്റി ഒക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. മാത്രമല്ല, സന്ധ്യാസമയത്ത് ഇതുപോലൊരു വിളക്ക് നമ്മുടെ വീട്ടിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫ്രൂട്ട് സീസണൊക്കെ ആയി തുടങ്ങി, അതുമൂലം ഉണ്ടാവുന്ന പൊടിയീച്ചകളുടെയും ഈച്ചകളുടെയും കൊതുകിൻ്റെയും ഒന്നും ശല്യം നമുക്കുണ്ടാവില്ല. മറിച്ച് നെഗറ്റിവിറ്റി ഒക്കെ ഇല്ലാണ്ടായിട്ട് നല്ലൊരു പോസിറ്റീവ് വൈബ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചിരാതിലേക്ക് വെച്ച് 2 കർപ്പൂരത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ പൊടിച്ചെടുത്ത് നമ്മുടെ ഗ്രാമ്പൂ ആണ്. അതൊരു 1/4 ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് ആ ഒരു കർപ്പൂരത്തിൻ്റെ ചുറ്റിലും ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കർപ്പൂരം ഒന്ന് കത്തിച്ചു കൊടുത്താൽ മാത്രം മതി. ആ ഒരു ഗ്രാമ്പൂവും കർപ്പൂരം ചേർന്ന് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് അത്രത്തോളം നല്ലൊരു സ്മെല്ലാണ്. അതേ സമയത്ത് കുട്ടികളുള്ള വീടാണെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വിളക്ക് കത്തിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഒരു പൊടിയീച്ചകളുടെയും ഈച്ചകളുടെയും കൊതുകിൻ്റെയും ശല്യം നമുക്ക് ഉണ്ടാവുകയില്ല. നല്ലൊരു പോസിറ്റിവിറ്റിയോട് കൂടി നമ്മുടെ വീട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്വീറ്റ് ബോക്സ് ആണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലൊരു ബോക്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി സ്വീറ്റ് ബോക്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള ബോക്സ് ആയാലും മതി. അത് ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പാകത്തിനുള്ളൊരു ബോക്സ് ആയിരിക്കണം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നൈഫ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടാക്കിയതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ബോക്സ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ബോക്സ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എഡ്ജൊക്കെ നന്നായിട്ട് ഷാർപ്പായിട്ടിരിക്കും. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് വീണ്ടും ചൂടാക്കിയതിന് ശേഷം നൈഫ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ പോലെ നമ്മുടെ ബോക്സ് ഒന്ന് ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി ഓർഗനൈസർ നമുക്ക് റെഡിയാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സ്വീറ്റ് ബോക്സിൻ്റെ ഉള്ളിലുള്ള പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അതിന് ശേഷം നല്ല കളർ പേപ്പറോ അല്ലെങ്കിൽ നല്ല കളേഴ്സൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുറേ കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കളർ പേപ്പർ എടുത്ത് റോസ് ഷേപ്പിലാക്കിയിട്ട് അത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് നന്നായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കളർ പേപ്പർ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇനിയും കൂടുതൽ നല്ല ഭംഗി ഉണ്ടാകും. അതിനുശേഷം നമുക്ക് നൈഫ് ഉപയോഗിച്ച് ചൂടാക്കിയിട്ട് ഇതുപോലെ തൂക്കിയിടാൻ പാകത്തിന് ഒരു തുളയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഒരു ഓർഗനൈസർ ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കുട്ടികളുടെ സ്റ്റഡി റൂമിൽ അവരുടെ പെൻസിൽ, കളർ പെൻസിൽ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ നല്ലൊരു ഓർഗനൈസർ ആക്കിയിട്ട് അതിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല നമ്മുടെ കിച്ചണിലാണെങ്കിലും നമുക്ക് സ്പൂൺ, ഫോർക്ക്, അതുപോലെ തന്നെ നൈഫ്, നമ്മുടെ ലൈറ്റർ ഇതൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല ഇതുപോലുള്ള ചെറിയ ചെറിയ മസാല പാക്കറ്റ്സൊക്കെ സാധാരണഗതിയിൽ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തനിച്ചൊരു ബോക്സ് നമ്മൾ വെക്കാറുണ്ട്. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ കയ്യെത്തും ദൂരത്ത് നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മയോടുകൂടി നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു മസാല പാക്കറ്റ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ വെറുതെ വലിച്ചെറിയുന്ന ഇതുപോലുള്ള സ്വീറ്റ് ബോക്സ് കൊണ്ട് നല്ലൊരു ഓർഗനൈസർ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഒരുപാട് മുടി വേഗത്തിൽ തന്നെ ചെറുപ്പക്കാർക്കാണെങ്കിലും നരച്ചു പോകുക എന്നുള്ളത്. അങ്ങനെ കുറച്ച് മുടി നരച്ചു കഴിഞ്ഞാൽ കടയിൽ നിന്നും കണ്ട കെമിക്കൽസൊക്കെ വാങ്ങുകയും അത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് മാത്രം നിറച്ച മുടി പിന്നീട് ഒരുപാട് നരയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും മാറുക. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലൊന്ന് ചെയ്തു വരികയാണെങ്കിൽ ആ ഒരു കുറച്ച് നരച്ച മുടി പിന്നീട് മുഴുവനായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കറുപ്പായിട്ട് മാറുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഹെഡ് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ആയുർവേദിക് കടകളിലൊക്കെ നമുക്ക് ചോദിച്ചാൽ കിട്ടുന്ന ഇതുപോലുള്ള അമോണിയ ഇല്ലാത്ത, കെമിക്കൽ ഇല്ലാത്ത, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്ന ബ്ലാക്ക് ഹെന്നയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ വെള്ള മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. ഇത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മുടി പൊഴിയാനും അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ടല്ല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന്, അതായത് ഏകദേശം 1 ടീസ്പൂൺ അളവിലേക്ക് ബ്ലാക്ക് ഹെന്നയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ചെറുപയറും അതുപോലെ തന്നെ ഗ്രാമ്പും കറിവേപ്പിലയും കഞ്ഞിവെള്ളവും ചേർത്ത് നമ്മൾ റെഡിയാക്കിയ നമ്മുടെ ആ ഒരു ഹെയർ സ്പ്രേ അല്ലെങ്കിൽ ഹെയർ സിറമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ റെഡിയാക്കിയ ആ ഒരു സിറം നമുക്ക് ആഴ്ചകളോളം തന്നെ കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹെയർ സിറം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുപയർ ഹെയർ സിറം നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഹെന്ന ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഹെയർ ഡേ റെഡിയാക്കി എടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ തലമുടിയിൽ, അതായത് വെള്ളമുടിയിൽ നല്ലൊരു റിസൾട്ട് വെറും അരമണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഡാൻഡ്രഫിൻ്റെ ശല്യം, മുടി കൊഴിഞ്ഞു പോകുന്ന ശല്യം ഒന്നും ഇല്ലാണ്ട് കൊണ്ട് മുടി നന്നായിട്ട് റൂട്ടിൽ നിന്ന് തന്നെ നല്ല ശക്തമായിട്ട് നല്ല ബലത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് മാത്രമല്ല ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഹെയർ ഡേ ചെയ്യുന്നതെങ്കിൽ മുടി വെട്ടി നിങ്ങൾ മടുക്കും. അത്രത്തോളം നല്ലൊരു ഹെയർ ഗ്രോത്തും ഉണ്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ വെള്ളമുടിയിൽ ഇതുപോലൊന്ന് നമ്മുടെ ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് ഒരു ചീപ്പ് ഉപയോഗിച്ച് നമുക്ക് തന്നെ നല്ല രീതിയിൽ നമ്മുടെ വെള്ളമുടിയിലൊക്കെ തട്ടത്തക്ക രീതിക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഇനി ഹെയർ ഡേ ചെയ്യുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു ഹെയർ ഡേ കഴുകി കളയുന്ന സമയത്ത് മൈൽഡായിട്ടുള്ള സോപ്പ്, ഷാമ്പൂ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. വെറും അരമണിക്കൂർ മാത്രം നിങ്ങൾ ഈ ഒരു ഹെയർ ഡേ വെച്ചിരുന്നിട്ട് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.